നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സഹകാരിയുടെ ഐടിയുടെ മാരത്തോൺ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അല്ലെ കമ്പ്യൂട്ടർ ഭാഗത്തിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ അടുത്തിടെയായി കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും 10ഉം 15ഉം ക്വസ്റ്റ്യൻ വരെ എണ്ണം കൂട്ടി ചോദിക്കുന്ന ഒരു മേഖല കൂടെയാണ് ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആ സെക്ഷനിൽ നിന്ന് നമുക്ക് നോക്കാം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന്റെ അനുബന്ധ ഘടകങ്ങളും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് ഡസ് ദ ബയോസ് ഡു വെൻ യു സ്റ്റാർട്ട് യുവർ കമ്പ്യൂട്ടർ? നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബയോസ് എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ കൂട്ടുകാരെ പറയടാ, എന്താണ് ഈ ബയോസ് എന്ന് പറയുന്നത്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അല്ലെ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ആ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ, ലോഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Option B, run the self-test to check the hardware. Then option C, manage memory allocation. And option D, connects to the internet. എന്താണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സെൽഫ് ടെസ്റ്റ് ബാലൻസ് ഹാർഡ്വെയർ ഒക്കെ സെൽഫ് ടെസ്റ്റ് ചെയ്യുകയാണോ, മെമ്മറി അലോക്കേഷൻ മാനേജ് ചെയ്യുന്നതാണോ ബയോസിന്റെ ഡ്യൂട്ടി, അതോ എന്താണ് നമ്മുടെ സിസ്റ്റത്തിനെ നെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കട്ടെ, ഇതിൽ ആൻസർ ഏതായിട്ട് വരും? എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതാണോ, എന്താണ് റൺസ് ടു സെൽഫ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് ഹാർഡ്വെയർ കമ്പോണന്റ് ചെക്ക് ചെയ്യുന്നതാണോ, മാനേജ് മെമ്മറി അലോക്കേഷൻ ആണോ, കണക്ട് ടു ദ ഇന്റർനെറ്റ് ആണോ? ഏതാണ്? ബി ആണല്ലേ. റൺസ് എ സെൽഫ് ടെസ്റ്റ് ടു ചെക്ക് ഹാർഡ്വെയർ ചെക്ക് ചെയ്യുന്നതാണ് എന്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ബയോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഒരുപാട് തവണ ഇത് പഠിച്ച കാര്യമല്ലേ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്നത് റൺ എ സെൽഫ് ടെസ്റ്റ് ടു ചെക്ക് ഹാർഡ്വെയർ. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് കമ്പോണന്റ് അലോ എ കമ്പ്യൂട്ടർ ടു കണക്ട് ടു എ നെറ്റ്വർക്ക്? എന്താണടാ ക്വസ്റ്റ്യൻ? നമ്മുടെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന കമ്പോണന്റ് ഏതെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ സൗണ്ട് കാർഡ്, ഓപ്ഷൻ ബി NIC, ഓപ്ഷൻ സി ഗ്രാഫിക് കാർഡ് ആൻഡ് ഓപ്ഷൻ ഡി USB പോർട്ട്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ഉത്തരം NIC ആണ്. എന്താണെടാ അപ്പൊ ഈ NIC എന്ന് പറയുന്നത്? NIC എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ അല്ലെ, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്പാൻഷൻ ആണ്. അത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മദർ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചിപ്പാണ് അല്ലെ. എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിനെ അതിന്റെ എന്ത് ചെയ്യാൻ നമുക്ക് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? NIC എന്ന് പറയുന്നത്. NIC അഥവാ നെറ്റ്വർക്ക് കാർഡ് എന്ന് പറയുന്നത്. കൂടാതെ അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? ലാൻ കാർഡ് എന്നും നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്നും ഒക്കെ നമ്മൾ അറിയപ്പെടുന്നത് ഏതാണ്? NIC ആണ്. NICയുടെ മറ്റു പേരുകളാണ് എന്താടാ? ലാൻ കാർഡ് അല്ലേ, ലാൻ കാർഡ് എന്നും നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്നും എന്തിനറിയപ്പെടുന്നു? നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്നൊക്കെ എന്തിനറിയപ്പെടുന്നു? NIC അറിയപ്പെടുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, NIC എന്ന് പറയുന്നത് മദർ ബോർഡിലുള്ളൊരു സർക്യൂട്ട് ബോർഡാണ്. അതെന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡാണ്. സോ ഇതെന്താണ്? അപ്പൊ ഇതെന്തായിട്ട് പ്രവർത്തിക്കുന്നു കൂടെ ഓർക്കുക. ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം ആയിട്ടും കൂടി ഇത് പ്രവർത്തിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of memory is non-volatile and can be electrically erased and reprogrammed? നോക്കൂ, നമ്മുടെ മെമ്മറി പാർട്ടാണ്. മെമ്മറി പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ? നോൺ വോളറ്റൈൽ തന്നെ പറയുമ്പോൾ തന്നെ നമുക്കറിയില്ലേ, പവർ ഓഫ് ആയിരുന്നാലും നമുക്ക് ഡേറ്റാസ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്ന മെമ്മറികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ വോളറ്റൈൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. സോ അപ്പൊ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുക? നോൺ വോളറ്റൈൽ ആൻഡ് ക്യാൻ ബി ഇലക്ട്രിക്കലി എറൈസ് ആൻഡ് റീപ്രോഗ്രാം അല്ലെ. ഇലക്ട്രിക്കലി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റാസ് എറൈസ് ചെയ്യുന്നതിലേക്ക് ചെയ്യാനും വീണ്ടും എന്ത് ചെയ്യാൻ? റീപ്രോഗ്രാം ചെയ്യാനും സഹായിക്കുന്ന മെമ്മറി താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ റാം, റാൻഡം ആക്സസ് മെമ്മറി. ഓപ്ഷൻ ബി കാഷെ. ദെൻ ഓപ്ഷൻ സി ഫ്ലാഷ് മെമ്മറി ആൻഡ് ഓപ്ഷൻ ഡി റോം. അപ്പൊ ഇതൊക്കെ എന്താ? റാം, റോം, കാഷെ ഒക്കെ എന്ത് തന്നെയാണ്?
പ്രൈമറി മെമ്മറീസ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ എന്താണ് നോൺ വോളറ്റൈൽ ഇൻ നേച്ചറും ഇലക്ട്രിക്കലി എറൈസബിൾ ആയിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഏതായിട്ട് വരുന്നത് ഫ്ലാഷ് മെമ്മറി അല്ലേ, ഫ്ലാഷ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറിക്ക് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെയാടാ? നമ്മുടെ USD, നമ്മുടെ മെമ്മറി കാർഡ്, ദെൻ USB ഒക്കെ എന്താണ് ഫ്ലാഷ് മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് അല്ലേ. അത് നമുക്ക് ഇലക്ട്രിക്കലി എറൈസ് ചെയ്യാനും സാധിക്കും, റീപ്രോഗ്രാം ചെയ്യുന്നതിലേക്കും സാധിക്കുന്നു. അതെന്താണ് ഇലക്ട്രിക്കലിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അതേസമയം റാം എന്താ റാൻഡം ആക്സസ് മെമ്മറിയാണ് അല്ലേ. റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുന്ന സമയത്ത് ഓപ്പൺ ആവുന്ന മെമ്മറീസ് ആണല്ലേ. റോം ആണെങ്കിൽ എന്താണ് നമ്മുടെ പക്ഷെ റോം എന്താണ് പ്രൈമറി മെമ്മറിയിൽ തന്നെ നോൺ വോളറ്റൈൽ ഇൻ നേച്ചർ ആണ് അല്ലേ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫേംവെയർസ് ഒക്കെ സേവ് ചെയ്തിരിക്കുന്ന എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ അത് റോമിലാണ്. ദെൻ ക്ലിയർ. പിന്നെ എന്താണ് ക്യാഷെ നമുക്കറിയാമല്ലോ ഫാസ്റ്റസ്റ്റ് മെമ്മറി ആണല്ലേ. എങ്ങനെയാണ് നമുക്ക് കമ്പ്യൂട്ടറിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റാമിൽ തപ്പുന്നതിന് മുമ്പ് ആദ്യം എവിടെ പോയി അന്വേഷിക്കും? ക്യാഷയിൽ പോയി അന്വേഷിക്കും അല്ലേ. സോ എന്താണ് ക്യാഷയും വോളറ്റൈൽ ഇൻ നേച്ചറാണ്. ഇതെല്ലാം എന്താണ് പവർ ഓഫ് ആകുമ്പോൾ നഷ്ടമാകുന്നു. എന്നാൽ ഇലക്ട്രിക്കലി എറൈസ് ചെയ്യാൻ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ് ഫ്ലാഷ് മെമ്മറിയാണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ? എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർഫേസ് ഈസ് ദ ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോർ കണക്ടിങ് സ്റ്റോറേജ് ഡിവൈസ് അല്ലേ. സ്റ്റോറേജ് ഡിവൈസ് കണക്ട് ചെയ്തതിന് ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ഏതെന്ന്, അല്ലെങ്കിൽ മദർ ബോർഡുമായിട്ട് SSD മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിലേക്ക് ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ഇന്റർഫേസ് ഏതെന്നാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. SATA, IDE, NVMe ആൻഡ് SCSI അല്ലേ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ എന്ത് പഠിക്കുകയാണ്? ഇതിന്റെയൊക്കെ എക്സ്പാൻഷനും കൂടി നമ്മൾ പഠിച്ചു പോവുകയാണ്. ഇവിടെ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും മദർ ബോർഡും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ഏതെന്നാ ചോദിക്കുന്നത്. ഇതിന് നമ്മളെ ഉത്തരം ഏത് വരും? നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് അല്ലെ. NVMe ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. NVMe എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് ആണ്. നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റ് എക്സ്പാൻഷൻസ് നോക്കിയേ. സാറ്റ എന്താണ്? സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്ഡ്. അതെന്താണ്? നമ്മുടെ സ്റ്റോറേജ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് ആണ് ഇതെന്ന് പറയുന്നത് സാറ്റ എന്ന് പറയുന്നത്. IDE എന്താണ്? IDE ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് ആണ് അല്ലെ. IDE എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സാറ്റയ്ക്കൊക്കെ മുമ്പ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണക്ടിങ് ഇന്റർഫേസ് ആണ് എന്ന് പറയുന്നത് IDE എന്ന് പറയുന്നത്. NVMe നമ്മൾ പറഞ്ഞു നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് ആണെന്ന് പറഞ്ഞു. നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് ആണ്. ഇത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്റർഫേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്? ഇന്റർഫേസ് ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് NVMe ആണ്. നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് ആണ്. ദ ലാസ്റ്റ് വൺ ഇസ് SCSI എന്ന് പറയും അല്ലേ. SCSI എന്താ? സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് അല്ലെ. സ്മോൾ കമ്പ്യൂട്ടർ ഈ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് എന്തിനാ സഹായിക്കുന്നത്? പെരിഫറൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ആണ് SCSI എന്ന് പറയുന്നത്. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് എന്ന് പറയുന്നത്. NVMe എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റാൻഡേർഡ് അല്ലെ, കണക്ടിംഗ് സ്റ്റാൻഡേർഡ്. സ്റ്റോറേജ് ഡിവൈസും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് പോലുള്ള കാര്യങ്ങൾ സോളിഡ് സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞത്? NVMe എന്ന് പറഞ്ഞു. ദെൻ ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. പണ്ട് കാലങ്ങളിൽ മുൻകാലങ്ങളിൽ നമ്മൾ ഈ അഡ്വാൻസ് ടെക്നോളജി വരുന്നതിന് മുമ്പ് ആദ്യ കാലങ്ങൾ ഉപയോഗിച്ച് വന്നതാണ് IDE എന്ന് പറയുന്നത്. ദെൻ സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്ഡ് എന്ന് പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്? സ്റ്റോറേജ് കണക്ടിംഗ് ഡിവൈസ് ആയിട്ട് നമ്മൾ ഇന്റർഫേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് എന്തെന്ന് പറയുന്നത്? സാറ്റ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ ട്രൂ അബൌട്ട് ദ മെമ്മറി യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലെ. വീണ്ടും മെമ്മറി യൂണിറ്റ്സിൽ നിന്ന് തന്നെയാണ് ഒരു പാർട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. നമ്മൾ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് CPU ഈസ് കോൾഡ് മെയിൻ മെമ്മറി. ആണോ? ഡയറക്റ്റ് ആയിട്ട് CPU ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. Then second state നോക്കൂ. CPU has directly access to auxiliary memory. Auxiliary മെമ്മറിയുമായിട്ട് CPUവിന് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. Then third statement നോക്കൂ. CPU has direct access to cache memory. ഓർക്കട, ഇതിൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ മെമ്മറി യൂണിറ്റ്സ് ആണ് അല്ലെ. മെമ്മറി യൂണിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാം? മെമ്മറി പാർട്സ് നമ്മൾ പ്രൈമറി മെമ്മറി എന്നും
സെക്കൻഡറി മെമ്മറി എന്നും പറയുന്നു. പ്രൈമറി മെമ്മറി എന്താണ്? വോളട്ടൈൽ ഇൻ നേച്ചർ ആണ്. നമ്മൾ പഠിച്ചതാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വോളട്ടൈൽ ആണ്. അതായത് എന്താണ്? പവർ ഓഫ് ആവുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഡേറ്റാസ് നഷ്ടമാകുന്നത് കൊണ്ടാണ് പ്രൈമറി മെമ്മറിയെ നമ്മൾ എന്ത് പറയുന്നത്? വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഓഫ് ആയിരുന്നാലും സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് നഷ്ടമാകുന്നില്ല. അത്തരം മെമ്മറീസിനെ നമ്മൾ എന്ത് പറയുന്നു? സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. സോ പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് റാമും റോമും നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ റാം പവർ ഓഫ് ആവുമ്പോൾ നഷ്ടമാവുന്നു എങ്കിലും റോം എന്താണ്? സിസ്റ്റം ഫംഗ്ഷനിങ് ആവശ്യമായ ബേസിക് ഫേംവെയർസ് അതിനകത്ത് റോം ചിപ്പിനകത്തുള്ളതിനാൽ അത് പവർ ഓഫ് ആയിരുന്നാലും നഷ്ടമാകാത്തത് കൊണ്ട് തന്നെ റോം ഒരു നോൺ വോളട്ടൈൽ ഇൻ നേച്ചർ ആണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലേ. സോ അത് വെച്ച് നമുക്ക് ഇത് ആൻസർ ചെയ്യാമല്ലോ. ഓക്കെ, മെമ്മറി കമ്മ്യൂണിക്കേറ്റ്സ് ഡയറക്ട്ലി ടു ദ CPU ഈസ് കോൾഡ് മെയിൻ മെമ്മറി അല്ലേ. മെയിൻ മെമ്മറിയുമായിട്ട് CPU ഡയറക്റ്റ് ആക്സസ് ഉണ്ടോ? ഉണ്ടല്ലേ. സോ അത് ക്ലിയർ, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? CPU ഹാസ് ഡയറക്റ്റ് ആക്സസ് ടു ഓക്സിലറി മെമ്മറി ഓർ സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഉണ്ടോ? ഇല്ല അല്ലേ. അത് പ്രൈമറി മെമ്മറിക്കാണ് സെക്കൻഡറി മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഉള്ളൂ. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ ഇറ്റ് ഹാസ് ദ ഡയറക്റ്റ് ആക്സസ് ടു ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? CPU-നും റാമിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോർട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് അല്ലെ. ഫ്രീക്വന്റ്ലി ആക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സറിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് സ്പേസ് മെമ്മറിയാണ് ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് അപ്പൊ CPU-ന് എന്താണ്? ക്യാഷ് മെമ്മറി ഡയറക്റ്റ് ആക്സസ് അല്ലേ? ഉണ്ട് അല്ലേ. നമുക്ക് എന്താണ്? റാമിൽ പോയിട്ട് നമുക്ക് ഡേറ്റാസ് സെർച്ച് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ക്യാഷ് മെമ്മറിയിൽ വന്നായിരിക്കും ആദ്യം എന്ത് ചെയ്യുക? പ്രോസസ്സർ ആ ഡേറ്റ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റാസ് ഉണ്ടോ എന്ന് നോക്കുക. അതിലില്ലെങ്കിൽ മാത്രമായിരിക്കും റാമിലോട്ട് പോകുന്നത്. സോ എന്താണ് റാം എന്ന് പറയുന്നത്? CPU ഹാസ് ഡയറക്റ്റ് ആക്സസ് ടു ക്യാഷ് മെമ്മറി. അപ്പൊ ക്യാഷ് മെമ്മറിക്ക് CPU-ന് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. സോ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ 1ഉം 3ഉം ശരിയാണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. 1 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1, 2 and 3 only, then ഓപ്ഷൻ ഡി all of the above. നമുക്കിതിൽ ഏത് ആൻസർ ആണ് എടുക്കാൻ പറ്റുക? ഓപ്ഷൻ ബി ആണ് നമുക്ക് എടുക്കാൻ പറ്റുക അല്ലേ. എന്താണ്? പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് ആർക്കാണ്? CPU-നാണ്. അതേസമയം ക്യാഷ് മെമ്മറി CPU-ന് ആക്സസ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ സ്റ്റോറേജ് ഡിവൈസിൽ ഡയറക്റ്റ് ആക്സസ് ഉള്ള ഹാർഡ് ഡിസ്ക് മാത്രമാണല്ലേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഇപ്പൊ CPU-ന് ഡയറക്റ്റ് ആയിട്ട് അത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് മാത്രമാണ് CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ അല്ലേടാ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following group consists of only input device? അല്ലേ, നമ്മളെ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ഹാർഡ്വെയർ കമ്പോണൻസിൽ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ദെൻ പെരിഫറൽ ഡിവൈസ്, ദെൻ മെമ്മറി, ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്, ചിൻ ബ്രൗസേഴ്സ് ഒക്കെ അല്ലേ. ഏത് എക്സാം എടുത്താലും നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ഒരു ടൈപ്പിസ്റ്റ് എക്സാമും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ നമുക്ക് വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന 1 മാർക്കാണ്. നോക്കൂ പിള്ളേരെ, ഓപ്ഷൻസ് നോക്കിയേ. കൺസിസ്റ്റ് ഓഫ് ഒൺലി ഇൻപുട്ട് ഡിവൈസ്. നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒൺലി ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ്. നമുക്കിപ്പോൾ എന്താണ്, മുമ്പേ ആണെങ്കിൽ ഓരോ കീസ് ആയിരുന്നു തന്നിരുന്നത്, ഓരോ ഓപ്ഷൻ ആയിരുന്നു. ഇപ്പം എന്താ, മിക്സ് ചെയ്ത് ഷഫിൾ ചെയ്താണ് തരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഒരു മാർക്കാണ്. സോ നോക്കിയേ, ഓപ്ഷൻസ് നോക്കിയേ. കീബോർഡ്, പ്രിന്റർ, മോണിറ്റർ. ദെൻ ഓപ്ഷൻ ബി നോക്കിയേ, കീബോർഡ്, മൗസ്, സ്കാനർ. ഓപ്ഷൻ സി നോക്കൂ, കീബോർഡ്, മൗസ്, പ്രിന്റർ. ദെൻ പ്രിന്റർ, സ്കാനർ, മൗസ്. ഇതിലെല്ലാം കോമൺ ആയിട്ട് കിടക്കുന്ന എന്താണ്, പ്രിന്റർ കിടക്കുന്നത്. ഈ പ്രിന്റർ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദെൻ കീബോർഡ് ഇൻപുട്ട് ആണ്, മൗസ് ഇൻപുട്ട് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ്, മൗസ് ഇൻപുട്ട് ആണ്, സ്കാനർ ഇൻപുട്ട് ആണ്, കീബോർഡ് ഇൻപുട്ട് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു, ദെൻ കീബോർഡ്, മൗസ്, പ്രിന്റർ. ഇവിടെയും പ്രിന്റർ പോകുന്നു. അപ്പോൾ എന്താ, ഇത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ഇത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഈ പ്രിന്റർ ഇല്ലാത്ത ഒരേ ഒരു എന്താണ്, മൗസ്, കീബോർഡ്, സ്കാനർ. സ്കാനർ എന്താണ്, പേപ്പർ ഡോക്യുമെന്റിനെ ഡിജിറ്റൽ ഡോക്യുമെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കാനർ എന്ന് പറയുന്നത് അല്ലേ. അറിയില്ലേടാ, അതൊക്കെ സിമ്പിൾ അല്ലേ. ദെൻ എന്താണ്, മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ദെൻ കീബോർഡ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ്. സോ നമ്മുടെ ഉത്തരമായിട്ട് ഏതാടാ വരുന്നത്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മൗസ്, കീബോർഡ്, സ്കാനർ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പ്രിന്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതായത് ഡിജിറ്റൽ ഡോക്യുമെന്റിനെ പേപ്പർ ഡോക്യുമെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രിന്റർ. സോ പ്രിന്റർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എക്സ്പാൻഷൻ അല്ലേ, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഘടകമാണ്. നമ്മുടെ എല്ലാ എക്സാംസിനും ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെ എക്സ്പാൻഷൻ നമുക്ക് ചോദിക്കാറുണ്ട്. സോ ഇപ്പൊ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. നോക്കുക, ഇതൊക്കെ കുറച്ചുകൂടി എന്താ നമ്മൾ ഇൻഡെപ്തിൽ പഠിച്ചു തുടങ്ങുക. മുമ്പേ ആണെങ്കിൽ റാമിന്റെ എക്സ്പാൻഷൻ എന്താ, റോം എന്താ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ OCR OMR എന്നെഴുതി നിന്നാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ UPDF എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഇപ്പൊ എന്തായി SMPTയും പോസ്റ്റും UEFI ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നുകൂടി അല്ലേ. അപ്പൊ UEFIയുടെ ഫുൾ ഫോം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻസ് യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്, ഓപ്ഷൻ ബി യൂണിഫോം എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. ഇവിടെ നോക്കിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് യൂണിഫൈഡും യൂണിഫോമും. ദെൻ യൂണിക്കോഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. ദ ലാസ്റ്റ് വൺ യൂണിവേഴ്സലി എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. സോ അപ്പൊ നമുക്ക് എന്താണ് ഈ എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ആണ് EFI എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റത്തെ യു എന്താണെന്നാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത്. നോക്കിയേ, യൂണിഫൈഡ്, യൂണിഫോം, യൂണിക്കോഡ്, യൂണിവേഴ്സൽ, ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? യൂണിഫൈഡ് അല്ലെ, യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ആണ്, ഫേംവെയർ ഇന്റർഫേസ് ആണ്. അപ്പൊ UEFI എന്ന് പറയുന്നത് യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ആണ് UEFI എന്ന് പറയുന്നത്. സോ അപ്പൊ UEFI എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ പുതുതായിട്ട് വന്ന ഒരു ഇന്റർഫേസ് ആണെന്ന് മനസ്സിലായി. ഇപ്പൊ ഇന്റർഫേസും തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, ഇതൊരു ഇന്റർഫേസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇതെന്താ ചെയ്യുന്നേ, അതെന്താണെന്നറിയാവോ? ഇവിടെ നമ്മൾ ബേസിക് ബയോസ് യൂസ് ചെയ്യുന്നില്ലേ, സിസ്റ്റംസിന്റെ പ്രവർത്തന ഘടകങ്ങൾ അല്ലെ, എല്ലാ ഘടകങ്ങളും പ്രവർത്തനക്ഷമമാണോ എന്ന് നോക്കുന്ന ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നുള്ള ബയോസ് നമ്മൾ പഠിച്ചില്ലേ. ആ ബയോസിന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് എന്തെന്ന് പറയുന്നത്, UEFI എന്ന് പറയുന്നത്. അതായത് ബയോസിനെ റീപ്ലേസ് ചെയ്തതാണ് UEFI എന്ന് പറയുന്ന യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ബയോസിനെ റീപ്ലേസ് ചെയ്തതാണ്. എന്താണ്, സ്പീഡ് കൂടുതലാണ്, സെക്യൂരിറ്റി കൂടുതലാണ്, കുറച്ചുകൂടി നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാക്കാൻ അല്ലേ. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആവുന്നതനുസരിച്ച്, ടെക്നോളജി അഡ്വാൻസ് ആവുന്നതനുസരിച്ച് അതിലേക്ക് യൂസ് ചെയ്യുന്ന ഘടകങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി റിലയബിളും സഫീഷ്യൻറ്റും ആക്യുറേറ്റ് ഒക്കെ ആക്കി മാറ്റുകയാണല്ലേ. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനക്ഷമത, ബയോസ് നമ്മളിപ്പോൾ ഓണായി ഹാർഡ്വെയർ കമ്പോണന്റ് ഒക്കെ ചെക്ക് ചെയ്ത് എടുക്കുന്ന സമയത്തിനെ കുറയ്ക്കുന്നു, ആക്യുറസി കൂട്ടുന്നു. ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന അഡ്വാൻസ്ഡ് ഇന്റർഫേസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, UEFI ആണ്, യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ആണ്. ഇത് ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേടാ. നോക്കുക, ബയോസിനെ റീപ്ലേസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UEFI ആണ്. അതിന്റെ ഫുൾ ഫോം എന്താ, സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാം, യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a key benefit of using OCR in document processing? OCR എന്താണ്? OCR എന്താണെടാ? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലേ. ഇതിന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? കീ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് OCR ഇൻ ഡോക്യുമെന്റ് പ്രോസസ്സിംഗ്. ഡോക്യുമെന്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് OCRന്റെ കീ ബെനിഫിറ്റ് എന്ത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഇറ്റ് ക്യാൻ ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ആൻഡ് കൗണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ഓൺ എ ഫോം. ഒരു ഫോമിലെ മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റും കൗണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ട് നോക്കൂ, ഇറ്റ് എനേബിൾ മെഷീൻസ് ടു റീഡ് ആൻഡ് കൺവേർട്ട് പ്രിന്റഡ് ഓർ ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ഇൻ ടു എ എഡിറ്റബിൾ ഡിജിറ്റൽ ഫോർമാറ്റ്. നോക്കൂ, ഇറ്റ് എനേബിൾസ് മെഷീൻ അല്ലെ, മെഷീൻ എന്ത് ചെയ്യാൻ സഹായിക്കുന്നു, ടു റീഡ് ആൻഡ് കൺവേർട്ട്. റീഡ് ആൻഡ് കൺവേർട്ട് എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുകയും അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെ, പ്രിന്റഡ് ഓർ ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ഇൻ ടു എ എഡിറ്റബിൾ ഡിജിറ്റൽ ഫോർമാറ്റ്. എഡിറ്റബിൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ട് തന്നിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ നോക്കൂ, യൂസ് മാഗ്നറ്റിക് ഇങ്ക് ടു റെക്കഗ്നൈസ് ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ് ടു ഓൺ ചെക്ക്. ആണോ, ബാങ്ക് അക്കൗണ്ട്സിലെ നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് OCR ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ എന്താ, ഇറ്റ് അലോ ഫോർ ദ ഓട്ടോമാറ്റിക് റീഡിംഗ് ഓഫ് QR കോഡ്സ് ഫോർ സ്റ്റോറിംഗ് വെബ് ലിങ്ക്സ്. ഓട്ടോമാറ്റിക് QR കോഡ് ആണ് OCR അല്ലെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെന്നാണ് പറയുന്നത്, ഇതിന് വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട്. ഇതിൽ ഏതായിരിക്കും ഇവിടെ നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്? നമ്മുടെ ആൻസർ ഏതാണെടാ, ബി ആണല്ലേ. ഇറ്റ് എനേബിൾ മെഷീൻ ടു റീഡ് ആൻഡ് കൺവേർട്ട്. OCR എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ
റെക്കഗ്നീഷനോ റീഡർ ആണല്ലേ. നമുക്ക് എന്താണ് ഹാൻഡ് റിട്ടൺ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പിയെ നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്യുകയും അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ഡോക്യുമെന്റിലേക്കാണ് നമുക്ക് എഡിറ്റബിൾ ഡിജിറ്റൽ ഫോർമാറ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അതെന്താണ്, OCR ആണ്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. സോ നോക്കടാ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് എന്താ നോക്കിയേ, വലിയൊരു സ്റ്റേറ്റ്മെന്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കിത് വായിക്കുമ്പോൾ അയ്യോ നമുക്കിത് കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഇതിനകത്തുള്ളതാക്കും. പക്ഷെ ബേസിക്കലി എന്താണ്, അത് സിമ്പിൾ ആണ്. കാര്യം എന്താ, ജസ്റ്റ് വായിച്ചു ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ആൻഡ് കൗണ്ട് മൾട്ടിപ്പിൾ ആൻസർ ചോയ്സ് ആണോ, അല്ല നമ്മൾ ആൻസർ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, നമ്മൾ OMR ഷീറ്റ് റീഡ് ചെയ്യുന്ന, നമ്മൾ PSC പരിശീലിക്കുന്ന എല്ലാവർക്കും OMR ഷീറ്റ് കിട്ടുന്നു. ഇതെന്താണ്, അവർ മാനുവലി റെക്കഗ്നൈസ് ചെയ്യണോ ചെയ്യുന്നത്, അല്ല അല്ലേ. OMR ഷീറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ മെഷീൻ യൂസ് ചെയ്ത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ സെപ്പറേറ്റ് ഷീറ്റ് തന്നെ തരുന്നതല്ലേ. സോ അപ്പൊ എന്താണ്, ഇവിടെ ആൻസർ റീഡ് ചെയ്യാൻ, മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ റീഡ് ചെയ്യാൻ നമ്മൾ എവിടെയാ എന്താ ഉപയോഗിക്കുന്നത്, OMR ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദെൻ ഇതെവിടെ എന്താ, ഡിജിറ്റൽ ഫോർമാറ്റ് എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് ആക്കുന്നത് ആരാണ്, OCR ആണ്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഓർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. Then use magnetic ink to recognize bank account numbers on a checks. ചെക്സിലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ റെക്കഗ്നൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആരാണ്, MICR ആണ് അല്ലെ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ചെക്ക് പ്രോസസ്സിംഗ്, ബാങ്കുകളിൽ ചെക്ക് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അത് ഏതെന്ന് പറയേണ്ടത്, MICR എന്ന് പറയുന്നത്. ദെൻ it allow the document to automatic reading of QR codes for storing web links അല്ലേ. QR കോഡ് റീഡ് ചെയ്യാൻ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, QR കോഡ് റീഡർ അല്ലെങ്കിൽ ബാർകോഡ് റീഡർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേടാ, ഒന്ന് വായിച്ചാൽ നമുക്ക് 1 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക, കുറച്ചുകൂടി ഈസി ആക്കുക, നമ്മുടെ മാർക്സ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is the component that use battery power to the store the configuration details of a computer? നോക്കൂ, ചെറിയൊരു ക്വസ്റ്റ്യൻ, കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ, ആൻസർ വിത്ത് കൺഫ്യൂഷൻ. ഓക്കെ, which of the following is the component that uses battery power to store the configuration details അല്ലേ ഓഫ് എ കമ്പ്യൂട്ടർ. കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പ്യൂട്ടറിലെ സിസ്റ്റംസിൽ ഇൻബിൽട്ട് ആയിട്ട് സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, ടൈം അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നതിലേക്ക് ഉപയോഗിക്കുക. അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയി വരേണ്ട കാര്യങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന കമ്പോണന്റ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻസ് നോക്കി, ഓപ്ഷൻ എ ബയോസ് അല്ലെ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട്. ദെൻ ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി OS ആൻഡ് ഓപ്ഷൻ ഡി CMOS. ഇപ്പൊ ഇതിൽ ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്, ബേസിക് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണോ, റാൻഡം ആക്സസ് മെമ്മറിയിലാണോ ആണോ സേവ് ചെയ്യുന്നത്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണോ, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ മെമ്മറിയിലാണോ എന്നതാണ് ക്വസ്റ്റ്യൻ. സോ അപ്പൊ നമ്മൾ നോക്കൂ, ബാറ്ററി പവർ നൽകുന്ന സിസ്റ്റം കോൺഫിഗറേഷനെ സഹായിക്കുന്ന കമ്പ്യൂട്ടറിന്റെ കമ്പോണന്റ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം, നമ്മളെ ഡേറ്റ് ആൻഡ് ടൈമൊക്കെ സേവ് ചെയ്തിരിക്കുന്നത് എവിടെയെന്നാണ്. സിമ്പിൾ ആയിട്ട് ഇത് ലോജിക്കായിട്ട് ചിന്തിക്കുക. നമ്മളെ ഡേറ്റും ടൈമും ഒക്കെ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, CMOS അല്ലേ, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ മെമ്മറിയിലാണ് നമ്മളെ ഡേറ്റും ടൈം. എന്താ ഇതിന്റെ പ്രത്യേകത ചോദിക്കുന്നത്, സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മളിപ്പോൾ നമ്മളൊരു സിസ്റ്റം എന്ത് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴും ഇത് കഴിഞ്ഞ് നമ്മൾ എന്താ നെക്സ്റ്റ് ഡേ ആണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റത്തിലെ ഡേറ്റും ടൈമൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്, തലേ ദിവസം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത നമ്പറാണോ കാണിക്കുന്നത്, അല്ല അല്ലേ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് വേണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം, അത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പോണന്റ് അതിനകത്ത് ആവശ്യമാണ്. ആ കമ്പോണന്റ് ആണ് ഏതെന്ന് പറയുന്നത്, CMOS എന്താണ്, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ മെമ്മറി ആണ്. ഇതെന്തുകൊണ്ട്, നമ്മൾ സിസ്റ്റം ഓൺ ചെയ്താലും ഇതിനകത്ത് എന്താവും, ഒരു ചെറിയ ബാറ്ററി അല്ലെങ്കിൽ ഒരു സെൽ അതിനകത്തുണ്ടാവും, ചാർജ് അടങ്ങിയ ഒരു സെൽ അതിനകത്തുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്, സിസ്റ്റം കോൺഫിഗറേഷൻ ആവശ്യമായ കാര്യങ്ങൾ നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ തോതിൽ ഇലക്ട്രിക്കൽ എനർജി സേവ് ചെയ്തിരിക്കുന്ന ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ബാറ്ററി CMOSൽ ഉണ്ടാവും. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഡേറ്റ് ആൻഡ് ടൈം അതുപോലുള്ള കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. സോ എന്താണ്, കോൺഫിഗറേഷൻ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം, CMOS എന്ന് പറയണം, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ മെമ്മറി. ഇത് മുൻപ് കാലങ്ങളിൽ നമുക്ക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് രണ്ടും പഠിച്ചു വെക്കുക, നമുക്ക് ഏത് വന്നാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. ക്ലിയർ അല്ലേ പിള്ളേരെ?
ഇതെല്ലാം ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടല്ലേ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? നമുക്ക് ഒന്ന് ആലോചിച്ചാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ ഭീകരമായി തോന്നുമെങ്കിലും ഒന്ന് ആലോചിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ തന്നിരിക്കുന്നത്? നോക്കുക, എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എല്ലാ മേഖലകളും കവർ ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ മദർ ബോർഡ്. മദർ ബോർഡിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ. ടു പ്രൊവൈഡ് പവർ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് പവർ കൊടുക്കുന്നതാണോ മദർ ബോർഡിന്റെ പ്രൈമറി ഫംഗ്ഷൻ? ദെൻ ടു സ്റ്റോർ ഡേറ്റ പെർമനന്റ്ലി. ഡേറ്റാസ് പെർമനന്റ്ലി സ്റ്റോർ ചെയ്യേണ്ടതാണോ? ദെൻ ടു കണക്ട് ആൻഡ് അലോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻസ്. വേരിയസ് കമ്പോണൻസ് കണക്ട് ചെയ്യുകയും കമ്മ്യൂണിക്കേഷൻ സാധിക്കുകയും ചെയ്യുന്നതാണോ? ദ ലാസ്റ്റ് വൺ, ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണോ മദർ ബോർഡിന്റെ പ്രധാന ധർമ്മം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നോക്കിയേ, ഇത് ചിന്തിക്കുമ്പോൾ തന്നെ കിട്ടും. പവർ കൊടുക്കുന്നതാണോ? പവർ കൊടുക്കുന്നത് മദർ ബോർഡാണോ? അല്ല അല്ലെ, മദർ ബോർഡിലേക്ക് ആദ്യം പവർ എത്തണോ അല്ലേ? സോ പവർ ടു പ്രൊവൈഡ് പവർ ടു ദ കമ്പ്യൂട്ടർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ദെൻ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മെമ്മറി യൂണിറ്റ്സിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ അത് മദർ ബോർഡിന്റെ ധർമ്മം അല്ല. ദെൻ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? അത് പ്രോസസ്സറാണ്. സോ നമ്മുടെ ഇതുമല്ല. നമ്മുടെ ആൻസർ ഏതായിട്ട് വരുവാടാ? നമ്മളെ കറക്റ്റ് ആൻസർ ഏതാ? ടു കണക്ട് ആൻഡ് അലോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻസ്. മദർ ബോർഡുകളിലല്ലേടാ സ്ലോട്ടുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സ്ലോട്ടല്ലേ നമ്മൾ ഓരോ ഡിവൈസും അനുബന്ധ ഘടകങ്ങളൊക്കെ എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന കണക്റ്റിംഗ് ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? മദർ ബോർഡാണ്. സോ മദർ ബോർഡാണ് എന്ത് ചെയ്യുന്നത്? ടു കണക്ട് ആൻഡ് അലോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻസ് എന്ന് പറയുന്നത്. വേരിയസ് കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്യുന്ന മദർ ബോർഡിലൂടെ. നമ്മളിപ്പോൾ ഒരു കീബോർഡ് നമ്മൾ ലാപ്പിലേക്ക് അല്ലെങ്കിൽ CPU കണക്ട് ചെയ്യുന്നു, മൗസ് കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ സ്ലോട്ട് എവിടെയാണ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? മദർ ബോർഡിലാണ് കണക്ട് ആയിട്ടിരിക്കുന്നത്. സോ എന്താണ്? ടു കണക്ട് ആൻഡ് അലോ കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻസ് ആണ് മദർ ബോർഡിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊപ്പം കണ്ടുള്ള ഫംഗ്ഷൻസ് കമ്പോണൻസിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ മദർ ബോർഡ് കമ്പോണന്റ് കൺട്രോൾ ദ ഡേറ്റ കണക്ഷൻ ടു ദ ബയോസ്. അല്ലെ, ബയോസിലേക്കുള്ള ഡേറ്റ കണക്ഷൻ കൺട്രോൾ ചെയ്യുന്ന കമ്പോണന്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ്, എക്സ്പാൻഷൻ സ്ലോട്ട് ആൻഡ് സാറ്റ ഓർ M.2 പോർട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഏതാണടാ നമുക്ക് വരുന്നത്? കൺട്രോൾ ചെയ്യുന്ന എന്തിനെ കൺട്രോൾ ചെയ്യും? മദർ ബോർഡും ഡേറ്റ കണക്ഷൻ, ബയോസിലേക്കുള്ള ഡേറ്റ കണക്ഷനും കൂടി കൺട്രോൾ ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കുക, ഇതിൽ ഏതാണടാ വരുന്നത്? നോർത്ത് ബ്രിഡ്ജ് ആണോ, സൗത്ത് ബ്രിഡ്ജ് ആണോ, എക്സ്പാൻഷൻ സ്ലോട്ടുകളാണോ, സാറ്റയാണോ? ഇതിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണടാ? സൗത്ത് ബ്രിഡ്ജ് ആണ്. സൗത്ത് ബ്രിഡ്ജ്. എന്തുകൊണ്ടാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ഹബ് എന്ന് പറയുന്നത് ആരാണ്? സൗത്ത് ബ്രിഡ്ജ് ആണ്. സൗത്ത് ബ്രിഡ്ജിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ബയോസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന മദർ ബോർഡിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് ബ്രിഡ്ജ് ആണ്. അതേസമയം നോർത്ത് ബ്രിഡ്ജ് എന്താണ്ടാ? ഫാസ്റ്റസ്റ്റ് ഹബ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർത്ത് ബ്രിഡ്ജ് ആണ് അല്ലേ? പ്രൈമറി കണക്ടർ ആണ്. ആരുമായിട്ട്? CPU-വും നമ്മളെ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന കമ്പോണന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഫാസ്റ്റ് ബ്രിഡ്ജ് ആണ് ഇതെന്ന് പറയുന്നത് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ ഫാസ്റ്റ് ഹബ് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് ബ്രിഡ്ജും, സൗത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്ന ഹബ്ബും ആണ്. മദർ ബോർഡിലെ തന്നെ 2 പാർട്ടുകളാണിത്. അതിൽ സൗത്ത് ബ്രിഡ്ജ് ആണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കമ്പോണൻസ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ നോർത്ത് ബ്രിഡ്ജ് ആണ് എന്ത് ചെയ്യുന്നത്? നോർത്ത് ബ്രിഡ്ജിനെ അറിയപ്പെടുന്നത് തന്നെ എന്താണ്? ഫാസ്റ്റ് ഹബ് എന്നാണ് അറിയപ്പെടുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? CPU-വിന്റെയും പ്രൈമറി ബ്രിഡ്ജ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ആര്? നോർത്ത് ബ്രിഡ്ജ്. എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? CPU-വും ദെൻ ഫാസ്റ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അതർ കമ്പോണൻസും ആയിട്ട് ആക്ട് ചെയ്യുന്നത്, മീൻസ് കണക്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നോർത്ത് ബ്രിഡ്ജ് ആണ്. സോ ഫാസ്റ്റ് ഹബ് നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ഹബ്ബുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ ദാറ്റ് കമ്പോണന്റ് കൺട്രോൾ ആൻഡ് ഡേറ്റ കണക്ഷൻ ടു ബയോസ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? സൗത്ത് ബ്രിഡ്ജ് ആണ്. ദെൻ എക്സ്പാൻഷൻ സ്ലോട്ടുകൾ അറിയാമല്ലോ. മദർ ബോർഡിനകത്തുള്ള ചെറിയ ചെറിയ സ്ലോട്ടുകളാണ് എന്ത് ചെയ്തു? നമുക്ക് കീബോർഡും മറ്റു പെരിഫറൽ ഡിവൈസുകളും കണക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ലോട്ടുകളാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പാൻഷൻ സ്ലോട്ടുകൾ എന്ന് പറയുന്നത്. സീരിയൽ പാരലൽ പോർട്ടുകളൊക്കെ ഏതിലാണുള്ളത്? എക്സ്പാൻഷൻ സ്ലോട്ടുകളൊക്കെ ഏതിനകത്തുള്ളത് ചോദിച്ചാൽ അത് മദർ ബോർഡിലാണ്. ദെൻ സാറ്റ ആൻഡ് M.2 നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്ഡ് അല്ലേ? നമ്മുടെ സ്റ്റോറേജ് കമ്പോണൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ആണെന്ന് പറയുന്നത് ഏത്? സാറ്റ അല്ലെങ്കിൽ M.2 എന്നൊക്കെ പറയുന്നത് കണക്ഷൻ സ്ലോട്ടുകളാണ്. ക്ലിയർ അല്ലേ?
കണക്ഷൻ ഇന്റർഫേസുകളാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ടു റീഡ് ചെക്സ് ഇൻ ബാങ്ക്? അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. OCR ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്, മാഗ്നറ്റിക് ഇൻ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്, ബാർകോഡ് റീഡർ ആൻഡ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? MICR ആണ് അല്ലെ, MICR ആണ്. ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ഒരു ഹാൻഡ് റിട്ടൺ അല്ലെങ്കിൽ എന്താണ് പ്രിന്റഡ് കോപ്പി അല്ലെ പ്രിന്റഡ് ഇതിൽ നിന്ന് ഡോക്യുമെന്റ് ഡിജിറ്റലിലേക്ക് നമുക്ക് എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് ആര്? OCR എന്ന് പറഞ്ഞു. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഓർ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു. ദെൻ MICR നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ബാങ്കുകളിൽ ചെക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? MICR ആണ്. ദെൻ ബാർകോഡ് റീഡർ പറഞ്ഞു, നമ്മളല്ലേ ലൈൻസ് അല്ലെ ബാർ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞു. മത്സര പരീക്ഷകളിൽ OMR ഷീറ്റ് റീഡ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അഥവാ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്നറിയപ്പെടുന്ന OMR. ഇത് ക്ലിയർ അല്ലേടാ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the CPU interacts directly with the dash memory to perform read and write operations. അല്ലെ, CPU ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആരാണ്? എന്തിലേക്കായിട്ട്? ഇത് ശ്രദ്ധിക്കുക, പെർഫോം റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. റീഡ് ആൻഡ് റൈറ്റിന് സഹായിക്കുന്ന CPUവിന്റെ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. The CPU interacts directly with the dash memory to perform read and write operation. റീഡ് ചെയ്യുന്നതിലേക്കും റൈറ്റ് ചെയ്യുന്നതിലേക്കും വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അത് ഏതാന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് നോക്കിയേ. സെക്കൻഡറി മെമ്മറി, പ്രൈമറി മെമ്മറി, രജിസ്റ്റർ ആൻഡ് ക്യാഷ്. ഇതിൽ CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നത് എവിടെയാണെടാ? CPU ഓൺ ചെയ്യുമ്പോൾ പ്രോസസ്സർ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് പ്രൈമറി മെമ്മറിയിലാണ്. പ്രൈമറി മെമ്മറിയിലാണ് ഡയറക്റ്റ് ആയിട്ട് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡേറ്റ ആക്സസ് ചെയ്യുന്നതാണ് ആര്? രജിസ്റ്ററും ക്യാഷയൊക്കെ. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഡേറ്റാസ് പെർമനന്റ്ലി സ്റ്റോർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? പ്രൈമറി മെമ്മറിയിലാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർമനന്റ് മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ്. താഴെ തന്നിട്ടുള്ളവയിൽ പെർമനന്റ് മെമ്മറി ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. റാം, റാൻഡം ആക്സസ് മെമ്മറി, CD-ROM, ROM, CPU. ഇതിൽ ഏതാണ് പെർമനന്റ് മെമ്മറി എന്ന് പറയുന്നത്? പെർമനന്റ് മെമ്മറി എന്ന് പറയുന്നത് ROM ആണല്ലേ. പ്രൈമറി മെമ്മറിയിലെ ഭാഗമാണെങ്കിലും അത് നോൺ വോളട്ടൈൽ ഇൻ നേച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട്? സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ബേസിക് ആയിട്ടുള്ള ഫേംവെയറുകൾ അടങ്ങിയിരിക്കുന്ന മെമ്മറി പാർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? റോമിലാണ്. അത് ഡേറ്റാസ് ലോസ് ആയി മീൻസ് പവർ ഓഫ് ആയി കഴിഞ്ഞാലും അതിലെ ഡേറ്റാസ് ലോസ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ല. കാരണം ഫേംവെയർ ചിപ്പുകളാണ് അതിനകത്തുള്ളത്. ആ ഫേംവെയർ ആണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനെ പ്രവർത്തനക്ഷമമാക്കുന്നത്. കമ്പ്യൂട്ടറിനെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ബേസിക് ഘടകങ്ങൾ അടങ്ങുന്നതാണ് ഈ ഫേംവെയർ എന്ന് പറയുന്നത്. അത് ഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ROM ചിപ്പിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നോൺ വോളട്ടൈൽ ഇൻ നേച്ചർ ആണ്. ഡേറ്റാസ് നമുക്ക് നഷ്ടമാകുന്നില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രൈമറി മെമ്മറി ഡിവൈസ്? താഴെ തന്നിട്ടുള്ളവയിൽ പ്രൈമറി മെമ്മറി ഡിവൈസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻസ്. നോക്കിയേ, റാം, റീഡ് ഒൺലി റാൻഡം ആക്സസ് മെമ്മറി, PROM, programmable read only memory, then hard disk, then EEPROM, erasable programmable read only memory. ഇതിൽ ഏതാണ് പ്രൈമറി മെമ്മറി ഡിവൈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രൈമറി മെമ്മറി ഡിവൈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? റാം പ്രൈമറി മെമ്മറി അല്ലേ? ആണ്. PROM നമ്മൾ പറഞ്ഞു പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അത് പ്രൈമറി മെമ്മറി ആണോ ചോദിച്ചാലാണ്. റോമിന്റെ സബ് ഡിവിഷൻ ആണ് ഇതെന്ന് പറയുന്നത്. PROM, EEPROM, EEPROM. റോമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രൈമറി മെമ്മറി ആണെങ്കിൽ ഇതെന്താണ്? റാം, റോം തന്നെ വീണ്ടും എന്തുണ്ട്? ഇങ്ങനെയാണ് പ്രൈമറി മെമ്മറി വരുന്നത്. സോ അപ്പോൾ എന്താണ് പ്രൈമറി മെമ്മറി? റാമും റോമും ഉണ്ട്, PROM ഉണ്ട്, EEPROM ഉണ്ട്, EEPROM ഉണ്ട്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, ദെൻ ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്. സോ ഇത് മൂന്നും എന്താണ്? നമ്മുടെ
പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ സോ ഈ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത് ആരേ ഉള്ളൂ? ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. നമുക്ക് ഹാർഡ് ഡിസ്ക് എന്താണ്? പോർട്ടബിളും ഉണ്ട്, നമുക്ക് സിസ്റ്റം ഇൻബിൽട്ട് ആയിട്ടും ഹാർഡ് ഡിസ്ക് ഉണ്ട്. CPU-നകത്ത് ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റൻഷൻ നമുക്ക് അഡീഷണൽ ആയിട്ട് ഹാർഡ് ഡിസ്ക് വേണമെങ്കിൽ വാങ്ങിച്ച് കണക്ട് ചെയ്യുകയും ചെയ്യാം. സോ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. സോ അപ്പോൾ ഇതിൽ നമ്മൾ ആൻസർ ഏതായിട്ട് വരും? 1, 2, 3, 1, 2 and 4, 1, 3 and 4 and 1, 2, 3 and 4. ഇതിൽ നമുക്ക് ഏത് ഒഴിവാക്കണം? 3 ഉള്ളതൊക്കെ ഒഴിവാക്കണം. സോ നമ്മുടെ ഉത്തരം ഏതായിട്ട് വരും എടാ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 2 and 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ റാം ആണെങ്കിൽ നമ്മൾ ഇവിടെ പറയുമ്പോൾ നോക്കുക, റാം ആണെങ്കിൽ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് എസ് റാമും ഉണ്ട്, ഡി റാമും ഉണ്ട്. അതും കൂടി ഓർക്കുക. നമ്മൾ പ്രൈമറി മെമ്മറി പറയുമ്പോൾ റാമും റോമും ഉണ്ട്. റാമിനകത്ത് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, ഡൈനമിക് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്. കോമൺലി യൂസ് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈനമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. എന്നാൽ ഇതിന് എന്താണ് പവർ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എന്താണ് ഡേറ്റാസ് ലോസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ്മെന്റ് ആവശ്യമുള്ള മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് പറയണം? നമ്മൾ ഡി റാമിനെ നമ്മൾ പറയണം. ഡി റാം എന്ന് പറയുന്നത് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ്മെന്റ് ആവശ്യമുള്ള മെമ്മറിയാണ്. അതർവൈസ് എന്ത് ചെയ്യുന്നു? അതിന്റെ സ്മോൾ ടൈനി കപ്പാസിറ്റേഴ്സ് ആണ്. അതെന്ത് ചെയ്യും? ബാറ്ററി ലീക്കേജ് ആണ് നമ്മളെ ഡേറ്റാസ് ലോസ് ആവുന്നു. ഈ ഡേറ്റാസ് ലോസ് ആവാതിരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഫ്രഷ് ചെയ്യുന്നത് ആവശ്യമായിട്ട് വരുന്നത്. അതേസമയം സ്റ്റാറ്റിക് റാം ആണെങ്കിലോ, സ്റ്റാറ്റിക് റാമിലാണെങ്കിൽ ഇടയ്ക്കിടെ റിഫ്രഷ്മെന്റിന്റെ ആവശ്യം ഇല്ല. കാര്യം എന്താണ്? അത് ഒരു ലോങ് നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുന്നത് മുതൽ ഓഫ് ചെയ്യുന്ന സമയം വരെയും ഡേറ്റാസ് സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത്. സോ അതെന്താണ്? കോസ്റ്റ്ലി ആണ്. ക്യാഷ് മെമ്മറിയിൽ യൂസ് ചെയ്തിരിക്കുന്ന റാം എന്ന് ചോദിച്ചാൽ എസ് റാം ആണ്, സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. കാരണം ചെറിയൊരു പാർട്ടേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇത്രയും ക്ലിയർ അല്ലേടാ? മെമ്മറി ഓർക്കുമ്പോൾ ഇത്രയും കൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. പ്രൈമറി മെമ്മറി റാമും റോമും പ്രൈമറി മെമ്മറിയാണ്. അതിനകത്ത് തന്നെ എന്താണ്? എസ് റാമും ഉണ്ട്, ഡി റാമും ഉണ്ട് അല്ലെ. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയും ഉണ്ട്, ഡൈനമിക് റാൻഡം ആക്സസ് മെമ്മറിയും ഉണ്ട്. റോം ആവുമ്പോഴോ റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി ഏതൊക്കെയാണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇത്രയും കാര്യങ്ങളാണ് റോമിനകത്തുള്ളത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഏതൊക്കെയാണ്? ഹാർഡ് ഡിസ്ക്, USB, ഫ്ലോപ്പി എല്ലാം എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ആണ്. അതെന്താണ്? മാഗ്നറ്റിക് ഡിവൈസ് സ്റ്റോറേജ് ഡിവൈസും ഉണ്ട്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസും ഉണ്ട്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡേറ്റ സ്റ്റോർഡ് ഒപ്റ്റിക്കലി ആണ്. അതാണ് CD റോമും CD, DVD, ബ്ലൂറേ DVD ഒക്കെ എന്താണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിൽ എന്ത് ചെയ്യുന്നത്? ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which memory is used to hold the ബൂട്ടപ്പ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൽ ആവശ്യമായ ബൂട്ടപ്പ് പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ഏതാണ്? റോം, റാം, ക്യാഷെ, സെക്കൻഡറി. ഇതിലേതായിരിക്കും? നമ്മൾ പറഞ്ഞു സിസ്റ്റം പ്രവർത്തിക്കുന്നതിൽ ആവശ്യമായ ഫേംവെയറുകൾ സേവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേത് മെമ്മറിയാണ്? റോമാണ്. ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. റാമും റോമും ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ. ദെൻ ക്യാഷെ എന്ന് പറയുന്നത് CPU-ൻ്റെയും റാമിൻ്റെ ഇടയിലിരിക്കുന്ന മെമ്മറിയാണ്. ഫ്രീക്വൻ്റ്ലി ആക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്ന പാർട്ട്, ചെറിയ സ്മോൾ ടൈനി പാർട്ട് ആണ് ഈ ക്യാഷെ എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ സെക്കൻഡറി എന്ന് പറയുന്നത് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത എക്സ്പാൻഷൻ ചോദിച്ചിരിക്കുന്നു. ഈ പ്രോമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, എറൈസബിൾ ഇലക്ട്രോണിക് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇലക്ട്രിക്കലി എനേബിൾഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ദെൻ നൺ ഓഫ് ദിസ്. ഇതിലേതായിരിക്കും? നമ്മളിപ്പോൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിനിൽ പഠിച്ചതാണ് അല്ലേ. ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നോക്കി, ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിപ്പോകരുത്. എറൈസബിൾ ഇലക്ട്രോണിക് എന്നും ഇലക്ട്രിക്കലി എറൈസബിൾ ചെറിയ കുഞ്ഞു വാക്കുകളുടെ വ്യത്യാസത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചധികം ടെൻഷൻ ഉണ്ടാവും അല്ലേ. ആ ടെൻഷനൊക്കെ മാറ്റി വയ്ക്കുക, നല്ല ഡീപ് ബ്രെത്ത് എടുത്തിട്ട് ആലോചിക്കുക. നമ്മൾ ആൻസർ നോക്കുന്നതിന് മുമ്പേ ആദ്യം നമ്മളെ മൈൻഡിൽ അതിൻ്റെ ഫുൾ ആൻസർ ആദ്യം തിങ്ക് ചെയ്യുക. ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് ചിന്തിച്ച ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ ആൻസറിലേക്ക് പോകാവൂ. കാര്യം അവിടെ ഇരിക്കുമ്പോൾ നമ്മളത് കൺഫ്യൂഷൻ ആവാനായിട്ട് സാധ്യത കൂടുതലാണ്. ക്ലിയർ അല്ലേ?
എപ്പോഴും മൈൻഡിൽ ചിന്തിക്കുക, നമ്മുടെ ആദ്യം ആൻസർ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ അറിയായിരിക്കണം. അങ്ങനെ വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്യാം, നമ്മുടെ കൺഫ്യൂഷൻസ് ഒരുപാട് അതിനകത്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മൾ ആൻസർ ആണ് ആദ്യം, നമ്മൾ ഓപ്ഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ പറ്റിപ്പോകുന്ന അബദ്ധമാണ് എന്താണ്, അയ്യോ ഇതാണോ അതാണോ, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. ആ ചിന്തകളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പഠിച്ച് തന്നെ പോകണം. പഠിക്കുമ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ഇപ്പോൾ പ്രോം എന്താണെന്ന് ചോദിച്ചു, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നിങ്ങനെ വരണം. ആ ലെവലിൽ വേണം നിങ്ങൾ പഠിച്ചിട്ട് എക്സാം ഹാളിൽ ഇരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ഈസെ എന്തെന്നാ ചോദ്യം. ആസ്കി ഈസെ എന്താ ചോദിച്ചത്, അത് 4 ബിറ്റ് കോഡാണോ 7 ബിറ്റ് കോഡാണോ 16 ബിറ്റ് കോഡാണോ ദെൻ നൺ ഓഫ് ദ എബവ് ആണോ? ഈ ആസ്കി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആദ്യ കാലങ്ങളിൽ നമുക്ക് ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ അതും പഠിച്ചിരിക്കണം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഈ ആസ്കി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്താണ് ഹ്യൂമൻ ബീയിങ്സിന് മനസ്സിലാവുന്ന ഭാഷകൾ എന്താണ് കമ്പ്യൂട്ടറിനെ മനസ്സിലാവില്ല. സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷയുള്ളൂ 0 or 1s അല്ലെ. ബൈനറി ലാംഗ്വേജ് ആയ 0 or 1s മാത്രമേ കമ്പ്യൂട്ടറിനെ മനസ്സിലാവത്തുള്ളൂ. സോ നമ്മുടെ ലാംഗ്വേജിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കോഡാണ് ആസ്കി എന്ന് പറയുന്നത്. ആസ്കിയിൽ 7 ബിറ്റ് കോഡാണ് അല്ലെ. ആസ്കിയിൽ എത്ര ബിറ്റ് കോഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 ബിറ്റ് കോഡാണ്. ആസ്കി എന്ന് പറയുന്നത് ഒരു 7 ബിറ്റ് കോഡാണ്. അതായത് 2⁻7 അഥവാ 128 ആണ് ആസ്കിയുടെ കോഡ് വരുന്നത്. 128 ക്യാരക്ടേഴ്സ്. ഈ ആസ്കിയിൽ എന്ന് പറയുമ്പോൾ 128 2⁻7 ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതാൻ പഠിക്കണം. 7 ബിറ്റ് കോഡെന്ന് ചോദിച്ചാൽ 2⁻7 എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റണം. അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് ആണ് ആസ്കിയിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് എത്ര പറയണം, 128 ക്യാരക്ടേഴ്സ് ആണെന്ന് പറയണം. അതായത് നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജസ് ആയ A to Z, then small letter A to Z, then 0 to 9 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയ $, കോമ, ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേഷൻ, ഇതെല്ലാം ഇതിന് പുറമെ എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സ്പേസ്, ടാബ് ഇതുപോലെല്ലാം കൂടെ അടങ്ങിയതാണ് എന്ന് പറയുന്നത് ആസ്കി എന്ന് പറയുന്നത്. അത് 128 ക്യാരക്ടേഴ്സ് അടങ്ങുന്ന 7 ബിറ്റ് കോഡാണ് അല്ലെ. 7 ബിറ്റ് കോഡാണ് ആസ്കി എന്ന് പറയുന്നത്. 2⁻7 ആണ്. സോ അപ്പൊ ഈ ആസ്കിക്ക് എന്താണ് ഒരുപാട് പരിമിതികളില്ല. ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉൾപ്പെടുമെങ്കിലും നമ്മുടെ ലോകത്തുള്ള എല്ലാ ലാംഗ്വേജസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇൻക്ലൂഡ് ആവുമോ എന്ന് ചോദിച്ചാൽ ആവത്തില്ല. സോ അങ്ങനെയാണ് 128 ക്യാരക്ടേഴ്സ് കൊണ്ട് മാത്രം നമ്മുടെ ലോകത്തിലെ എല്ലാ ഭാഷകളും ആഡ് ആവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇതിൽ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആണ്. ഇംഗ്ലീഷ് മൊത്തം ലാംഗ്വേജ് ആഡ് ചെയ്യുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വന്നത് എന്താണ്, എക്സ്റ്റെൻഡഡ് ആസ്കി വന്നത്. എക്സ്റ്റെൻഡഡ് ആസ്കി എന്ന് പറയുന്നത് എത്രയാണെടാ, 8 ബിറ്റ് ആണ്. 8 ബിറ്റ് കോഡാണ്. 8 ബിറ്റ് കോഡാണ് എക്സ്റ്റെൻഡഡ് ആസ്കി എന്ന് പറയുന്നത്. 8 ബിറ്റ് കോഡാണ് എക്സ്റ്റെൻഡഡ് ആസ്കി എന്ന് പറയുന്നത്. അപ്പോൾ 8 ബിറ്റ് കോഡാകുമ്പോൾ എന്തായാലും അത് 2⁻8 അഥവാ 256 ക്യാരക്ടേഴ്സ് ആണ് ആസ്കി കോഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി എന്തായി ഉൾക്കൊള്ളിക്കാൻ പറ്റി. എന്നിരുന്നാലും ലോകത്തിലുള്ള എല്ലാ ലാംഗ്വേജസും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുമോ? ഇല്ല അല്ലേ. നമുക്കത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാ ലാംഗ്വേജസും കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കില്ല. എങ്കിലും ഓൾമോസ്റ്റ് കുറേ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് വന്നതാണ് ഈ എക്സ്റ്റെൻഡഡ് ആസ്കി അഥവാ 8 ബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോ ഇത് നമുക്ക് POQ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. 8 ബിറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ആസ്കി ആണ്. ദെൻ അത് 2⁻8 ആണ്. 2⁻8 എന്ന് പറയുന്നത് 256 ക്യാരക്ടേഴ്സ് ആണ്. 2⁻8 എന്ന് പറയുന്നത് 256 ക്യാരക്ടേഴ്സ് ആണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്മിഷൻ കോഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണെടാ, യൂണിക്കോഡാണ്. ലോകത്തിലുള്ള എല്ലാ ലാംഗ്വേജസും ഉൾപ്പെടുന്ന അതിൽ 1,49,000-ൽ പരം കോഡിംഗ് ലാംഗ്വേജസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു യൂണിക്കോഡ് മീൻസ് ഡേറ്റ ട്രാൻസ്മിഷൻ കോഡാണ് ഏതെന്ന് പറയുന്നത്, യൂണിക്കോഡ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് നമുക്ക് എല്ലാ ലാംഗ്വേജിലെയും ദേവനാഗരി ലിപി ആയിരുന്നാലും മലയാളം ഇൻക്ലൂഡിങ് മലയാളം ഉൾപ്പെടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണെടാ, യൂണിക്കോഡാണ്. യൂണിക്കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആസ്കിയുടെ ഒരു എക്സ്റ്റെൻഡഡ് ആസ്കിയുടെ വേറൊരു വേർഷനാണ്. അതിനകത്ത് എല്ലാ ലാംഗ്വേജസും എല്ലാ ക്യാരക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യൂണിക്കോഡിന് ഏതൊക്കെ ഫോർമാറ്റ് ഉണ്ട്? യൂണിക്കോഡിന് എത്ര കോഡ്സ് ഉണ്ട്? യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ കോഡ് 8 ഉണ്ട്, UTF-8 ഉണ്ട്, UTF-16 ഉണ്ട്, ദെൻ UTF-32 ഉണ്ട്. ഇത്രയും കോഡുകൾ അടങ്ങുമ്പോഴത്തേക്ക് എന്താണ് 1,49,000-ൽ
മോർ ദാൻ 1,49,000 ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂണിക്കോഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സോ ഇതിനകത്തുകൊണ്ട് എല്ലാ ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, വിച്ചർ, വാട്ടർ ഏതായിരുന്നാലും എന്താണ് നമുക്ക് യൂണിക്കോഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ UTF ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർത്തിരിക്കുക. UTF 8 ഉണ്ട്, UTF 16 ഉണ്ട്, UTF 32 ഉണ്ട്. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു UTF 32 എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? UTF എപ്സിഡിക്ക് അല്ലേ, യൂണിക്കോഡ് എപ്സിഡിക്കിന് ഈക്വലന്റ് ആണ്. UTF എപ്സിഡിക് എന്ന് പറയുന്നത് UTF 32 ആണ്. 32ന് ഈക്വലന്റ് ആണ്. അപ്പോൾ സോ അതിൽ ഓരോന്ന് ഔട്ട് ആയത് 64 എന്ന് തന്നിരുന്നു. ഓർക്കുക ഈ 3 നമ്പറെങ്കിലും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 8, 16, 32 UTF 8, 16, 32 എന്ന് പറയുന്നത് യൂണിക്കോഡ് ട്രാൻസ്മിഷന്റെ എസബിക് കോഡുകളാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അത് UTF 8, UTF 16 ആൻഡ് UTF 32. അതിനപ്പുറം ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടില്ല. എത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ ആസ്കി നോക്കുക. ആസ്കി നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ആസ്കി എന്ന് പറയുന്നത് ഒരു 7-bit കോഡാണ്. 7-bit കോഡ് എന്ന് പറയുന്നത് 2⁻7 or 128 ക്യാരക്ടേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ആസ്കിയുടെ അഡ്വാൻസ് വേർഷൻ ആണ് എക്സ്റ്റെൻഡഡ് ആസ്കി എന്ന് പറയുന്നത്. അത് 8-bit അഥവാ 2⁸ ആണ്. ഇതിനകത്ത് 256 ക്യാരക്ടേഴ്സ് ആണ് ഇൻക്ലൂഡ് ആകുന്നത്. ആസ്കി എക്സ്റ്റെൻഡഡ് ആസ്കിയുടെ ബേസ് ആയിക്കൊണ്ടുള്ള അഡ്വാൻസ്ഡ് വേർഷനാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. യൂണിക്കോഡ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ലാംഗ്വേജസും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. യൂണിക്കോഡിന്റെ ട്രാൻസ്ഫോർമേഷൻ കോഡുകളാണ് ഏതൊക്കെ? UTF 8, UTF 16 ആൻഡ് UTF 32. UTF 32ന്റെ മറ്റൊരു പേരാണ് UTF എപ്സിഡിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is are true? Digitizer is an input device. Digitizer ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. Plotter is an output device ആണ്. Joystick is not an input device. നോക്കൂ, നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ജോയ്സ്റ്റിക്ക് വായിക്കും, ഇൻപുട്ട് വായിക്കും. പക്ഷേ ഇവിടുത്തെ നോട്ട് നമ്മളെ കണ്ണി പിടിക്കത്തില്ല. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അറിയായിരിക്കും, പറ്റിപ്പോകുന്നതാണ്. സോ എന്താണ് നമ്മുടെ ടാബ് പോലത്തെ സാധനമാണ് ഡിജിറ്റൈസർ എന്ന് പറയുന്നത്. സോ അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ അല്ലേ, വലിയ നമ്മളെ എന്താണ് എഞ്ചിനീയറിംഗ് മാപ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. സോ അതും എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്, നോട്ടല്ല. സോ അപ്പോൾ ഇത് തെറ്റാണ്. ഇപ്പോൾ ട്രൂ ആണ്. നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ഏതാ ചോദിച്ചിരിക്കുന്നത്? ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ഏതായിട്ട് വരും ഇടാം? A and B അല്ലേ? 1ഉം 2ഉം ശരിയാണ്. സോ നമ്മൾ ആൻസർ ഏതാണല്ലോ? 1ഉം 2ഉം ശരിയാണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? ഡിജിറ്റൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഞാൻ പറഞ്ഞില്ല, ഓഡ് വൺ സെലക്ട് ചെയ്തിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ കണ്ട നോട്ട് നമ്മൾ ജോയ്സ്റ്റിക്കും കണ്ടു, ഇൻപുട്ടും കണ്ട നമ്മൾ ഓൾമോസ്റ്റ് അതും 3ഉം ശരിയാണെന്ന് പറയും. അപ്പോൾ ഇവിടെ 3ഉം ശരിയെന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ശ്രദ്ധിക്കുക. ഡിജിറ്റൈസർ ഇൻപുട്ടാണ്, പ്ലോട്ടർ ഔട്ട്പുട്ടാണ്. എഞ്ചിനീയറിംഗ് മാപ്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നതിൽ അല്ലെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? പ്ലോട്ടർ ആണ് അല്ലേ? നമുക്ക് ഓർക്കുക, എഞ്ചിനീയറിംഗ് മാപ്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന വലിയ അല്ലെങ്കിൽ ഫ്ലക്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലോട്ടർ ആണ്. ഗെയിമിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. അതെന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. Which of the following is used to store data permanently? ഡേറ്റ സ്ഥിരമായി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഡിവൈസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. A RAM, ബഫർ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആൻഡ് ക്യാഷെ. നമ്മൾ റാം പറഞ്ഞു, റാൻഡം ആക്സസ് മെമ്മറിയാണ്, പ്രൈമറി മെമ്മറിയാണ്. ഡേറ്റാസ് പ്രോസസ് ചെയ്യുന്നത് റാമിൽ നിന്ന് എടുത്തിട്ടാണ്. ദെൻ ബഫർ എന്ന് പറയുന്നത് ചെറിയൊരു സ്മോൾ മെമ്മറി ഏരിയ ആണ്. ദെൻ ക്യാഷെ എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആക്സസ് ചെയ്യുന്ന ഡേറ്റാസ് സൂക്ഷിക്കുന്ന ഒരു പ്രൈമറി മെമ്മറിയാണ്. സോ പെർമനന്റ് ആയിട്ട് നമുക്ക് ഇവിടെ സ്റ്റേവ് ചെയ്യുന്ന സെക്കൻഡറി മെമ്മറിയാണ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് ഡ്രൈവിലാണ് നമ്മൾ എന്ത് ഡേറ്റാസ് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതൊരു സെക്കൻഡറി മെമ്മറിയാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഈസ്. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ട്രാൻസിസ്റ്റേഴ്സ്, ഓപ്ഷൻ ബി വാക്യൂം ട്യൂബ്സ്, ഓപ്ഷൻ സി VLSI ആൻഡ് ഓപ്ഷൻ ഡി ഇന്റഗ്രേറ്റഡ് ചിപ്സ് അല്ലെ, ഇന്റഗ്രേറ്റഡ് ചിപ്സ്. ഇതിൽ ഏതാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ജനറേഷനിൽ ഏതാണ് ഉപയോഗിച്ചിരുന്നത്? ട്രാൻസിസ്റ്റേഴ്സ് ആണല്ലേ. ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷനിലായിരുന്നെങ്കിലോ വാക്യൂം ട്യൂബ്സ് ആണ്. തേർഡ് ജനറേഷനിലാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ചിപ്സ് അല്ലെ, IC ചിപ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതേസമയം VLSI എന്താണ്? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അത് ഏത് ജനറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് 4th ജനറേഷൻ ആണ്. ദെൻ ഇത് സെക്കൻഡ് ജനറേഷൻ ആണ്, ഇത് ഫസ്റ്റ് ജനറേഷൻ ആണ്, ഇത് തേർഡ് ജനറേഷൻ ആണ്. സോ നമ്മൾ എന്താണ് ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ എന്ത് വേണം? ഇത് ഓരോ സമയത്ത് ഉപയോഗിച്ചിരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ ഓരോ ജനറേഷനിലും വന്ന ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട്
യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? വാക്യൂം ട്യൂബ്സിൽ ആദ്യ കാലങ്ങളിൽ ഡേറ്റ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്താണ്? കമ്പ്യൂട്ടറായിട്ട് നിർമ്മിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാക്യൂം ട്യൂബ്സ് ആണ്. വാക്യൂം ട്യൂബ്സ് ആണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നതിലേക്കുള്ള മറ്റു കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തത്. ദെൻ അതടുത്ത് കഴിഞ്ഞപ്പോൾ എന്തായി? വാക്യൂം ട്യൂബ്സിനെ മാറ്റിക്കൊണ്ടാണ് രണ്ടാമത്തെ ജനറേഷനിൽ എന്ത് വന്നത്? ട്രാൻസിസ്റ്റേഴ്സ് വന്നത്. ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ദെൻ തേർഡ് ജനറേഷൻ ആയപ്പോൾ എന്താ? ഇന്റഗ്രേറ്റഡ് IC ചിപ്പായി അല്ലേ? IC ചിപ്പായിരുന്നു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഫോർത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്തായത്? വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ അല്ലേ? വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് മാറി. ഫിഫ്ത്ത് ആയപ്പോഴോ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ വന്നു അല്ലെ? ULSI വന്നു. ഫിഫ്ത്ത് ജനറേഷൻ ആയപ്പോഴത്തേക്ക് എന്ത് വന്നു? ULSI വന്നു. അത് ഫിഫ്ത്ത് ജനറേഷൻ ആണ്. ഫിഫ്ത്ത് ജനറേഷനിലാണ് നമ്മൾ എന്ത് വന്നത്? AI സംവിധാനം വന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളിലാണ്. ഇത് ക്ലിയർ ആണല്ലോടാ? ഇപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്യൂം ട്യൂബ്സ് ആണ്. സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസിസ്റ്റർ ആണ്. തേർഡ് ജനറേഷൻ IC ചിപ്പാണ്. ദെൻ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നത് VLSI ടെക്നോളജിയാണ്. വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ ആണ്. ഫിഫ്ത്ത് ജനറേഷൻ അൾട്രാ ലാർജ് സ്കെയിൽ ആൻഡ് ദെൻ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആരാടാ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ ആരാണ്? ജോൺ മെക്കാർത്തി ആണ് അല്ലെ? ജോൺ മെക്കാർത്തി ആണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തായിരുന്നു? ആധുനിക ലോകത്തെ അത്ഭുത ശിശു എന്നല്ലേ? മിറാക്കിൾ ചൈൽഡ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? അത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് അല്ലെ? ആധുനിക ലോകത്തെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്റേഴ്സിനെയാണ്. മിറാക്കിൾ ചൈൽഡ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. എനിക്ക് ട്രാൻസിസ്റ്റേഴ്സ് ഇൻവെന്റ് ചെയ്ത വ്യക്തികൾ ആരാ? ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ച വ്യക്തികൾ ആരാ? വില്യം ഷോക്ലെയും ജോൺ ബെർദീനും കൂടെ ചേർന്നിട്ടാണ് ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ചത്. വില്യം ഷോക്ലെയും ജോൺ ബെർദീനും കൂടെ ചേർത്തിട്ടാണ് ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ചതോ? ജോൺ ഫ്ലെമിംഗ് ആണ്. ജോൺ ഫ്ലെമിംഗ് ആണ് വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത്. വാക്യൂം ട്യൂബ് ഇൻവെന്റ് ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ ഫ്ലെമിംഗ് ആണ്. നമ്മൾ ഫോർത്ത് ജനറേഷൻ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ പറഞ്ഞു. അവിടെ ഉപയോഗിച്ചിരുന്ന പ്രോസസ്സർ ഏതാണ്? മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തത് ഫോർത്ത് ജനറേഷൻ ആണ്. മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്ത ജനറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോർത്ത് ജനറേഷൻ ആണ്. VLSIക്ക് പുറമെ മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ച ജനറേഷനും കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോർത്ത് ജനറേഷൻ ആണ്. ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? മൈക്രോ പ്രോസസ്സർ ആണ്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ മൈക്രോ പ്രോസസ്സർ ഇൻവെന്റ് ചെയ്തത് ആരാ? മെർഷ്യൻ ടെഡ്ഹോഫും സ്റ്റാൻലി മെയ്സറും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? മൈക്രോ പ്രോസസ്സർ ഇൻവെന്റ് ചെയ്തത്. ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? മൈക്രോ പ്രോസസ്സർ ആണ്. അത് ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നു ചോദിച്ചാൽ അത് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തിരുന്നത്. മൈക്രോ പ്രോസസ്സറിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? മിറാക്കിൾ ചിപ്പ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ? മിറാക്കിൾ ചിപ്പ് എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മിറാക്കിൾ ചിപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈക്രോ പ്രോസസ്സർ ആണ്. മൈക്രോ പ്രോസസ്സർ. അതായത് മിറാക്കിൾ ചൈൽഡ് ആണെങ്കിലോ അത് ട്രാൻസിസ്റ്റർ ആണ്. മിറാക്കിൾ ചൈൽഡ് എന്നറിയപ്പെടുന്ന ട്രാൻസിസ്റ്റർ ആണെങ്കിൽ മിറാക്കിൾ ചിപ്പ് എന്നറിയപ്പെടുന്നത് മൈക്രോ പ്രോസസ്സർ ആണ്. മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തത് ഫോർത്ത് ജനറേഷൻ ആണെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തത് സെക്കൻഡ് ജനറേഷൻ ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്മാൾ fast and expensive memory that store data accessed frequently. നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും ചെറുതും ഫാസ്റ്റുമായിട്ടുള്ള മെമ്മറി ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻസ് നോക്കിയേ. സെക്കൻഡറി മെമ്മറി, ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി, മാഗ്നറ്റിക് ടേപ്പ്. ഇതിൽ ഏതായിരിക്കും ഇടാം? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞല്ലേ മെമ്മറിയിൽ ഏതാണത്? ക്യാഷ് മെമ്മറി ആണ് അല്ലെ? CPU-നും റാമിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. CPU-ന് പ്രോസസ്സറിന് അത്യാവശ്യമായി ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ സേവ് ചെയ്യുന്നു? ക്യാഷ് മെമ്മറിയിൽ സേവ് ചെയ്യുന്നു. ക്യാഷ് മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിൽ ലഭിക്കാത്ത കാര്യങ്ങളാണ് എവിടെ പോയി തപ്പുന്നത്? റാമിലേക്ക് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? സ്മോൾ ഫാസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് മെമ്മറി ദാറ്റ് സ്റ്റോർഡ് ദാറ്റ് ആർ ആക്സസ്ഡ് ബൈ ഫ്രീക്വന്റ്ലി എന്ന് ചോദിച്ചാൽ നമ്മൾ ക്യാഷ് മെമ്മറി എഴുതും. എന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ആണ്
എന്തിന് ഉപയോഗിച്ചിരിക്കുന്നത്? ക്യാഷ് മെമ്മറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക് ആണല്ലേ, സ്റ്റാറ്റിക് ആകുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് എന്താണ് ഹൈലി എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു അല്ലേ. അത് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്? എക്സ്പെൻസീവ് ആവുന്നത്. CPU-ന് റാമിന് ഇടയിൽ ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ മധ്യത്തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വന്റ്ലി അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് സ്മോൾ ആക്സസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, എന്നാൽ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെയാണ്. സോ നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇമ്പാക്ട് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻ എ ഡോട്ട് മെട്രിക്സ്, ഡെയ്സിവിൽ, ഇങ്ക്ജെറ്റ്, ഐദർ എ ഓർ ബി. അപ്പൊ എന്തായിരിക്കും? എന്താണ് അപ്പൊ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്? പ്രിന്റർ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അല്ലെ. ഔട്ട്പുട്ട് ഡിവൈസിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ എന്ന് പറയുന്നത്. പ്രിന്റർ എത്ര തരത്തിലുണ്ട്? പ്രിന്റർ ഇമ്പാക്റ്റും ഉണ്ട്, നോൺ ഇമ്പാക്റ്റും ഉണ്ട്. അതായത് പ്രിന്റർ എന്ന് പറയുന്നത് എത്ര തരത്തിലാണടാ? 2 തരം. ഇമ്പാക്റ്റ്, നോൺ ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റും ഉണ്ട്, നോൺ ഇമ്പാക്റ്റും ഉണ്ട്. ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന പ്രിന്റേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത്. പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള പ്രിന്റേഴ്സ് ആണ് ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. എന്നാൽ പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ അതെന്തായി? നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ആയി. ഡോട്ട് മെട്രിക്സ്, ഡെയ്സി വീൽ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇമ്പാക്റ്റ് പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. എന്താണ്? പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ സോ ഡോട്ട് മെട്രിക്സ് ഉണ്ട്, ഡെയ്സി വീൽ ഉണ്ട്, ഇങ്ക് ജെറ്റ് ഉണ്ട്. ഇങ്ക് ജെറ്റ് എന്താണ്? നോൺ ഇമ്പാക്റ്റ് ആണ്. ലേസർ, ഇങ്ക് ജെറ്റ്, തെർമൽ. ലേസർ, ഇങ്ക് ജെറ്റ്, തെർമൽ ഒക്കെ എന്താണ്? നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. എന്നാൽ ഇമ്പാക്റ്റ് പ്രിന്റർ ഏതാണ്? ഡോട്ട് മെട്രിക്സും ഡെയ്സി വീലും ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ പ്രിന്റേഴ്സ് ഓർക്കുക, പ്രിന്റർ 2 ടൈപ്പ് ഉണ്ട്, ഇമ്പാക്റ്റും നോൺ ഇമ്പാക്റ്റും ഉണ്ട്. പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന പ്രിന്റേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് പ്രിന്ററിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഡോട്ട് മെട്രിക്സും ഡെയ്സി വീലും. ദെൻ നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവത്തില്ല. അതിന് എക്സാമ്പിൾ ആണ് ലേസർ, ഇങ്ക് ജെറ്റ്, തെർമൽ പ്രിന്റർ. തെർമൽ പ്രിന്ററിന്റെ പ്രത്യേകത എന്താണ്? ഒരു താപസംവേദി അല്ലെ, ഒരു പ്രത്യേക ഇങ്ക് പേപ്പറും താപസംവേദി ആയിട്ടുള്ള ഒരു ഹെഡും കൂടെ ഇങ്ങനെ ഹീറ്റ് കടന്നു പോകുന്ന സമയത്ത് മഷി ഉപയോഗിക്കാത്ത പ്രിന്റർ എന്ന് ചോദിച്ചാൽ തെർമൽ ആണ്. കാര്യം ഹീറ്റ് ഉപയോഗിച്ചാണ് പേപ്പറിൽ ഇംപ്രഷൻ വരുത്തുന്ന പ്രിന്റർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? തെർമൽ പ്രിന്റർ ആണ്. ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലേസർ ആണ്. ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേസർ പ്രിന്റർ ആണ്. മഷി ഉപയോഗിക്കാത്ത പ്രിന്റർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? തെർമൽ പ്രിന്റർ ആണ്. ക്ലിയർ അല്ലേ? ദെൻ അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഏത് വരും? ഐദർ എ ഓർ ബി ഇസ് അവർ ആൻസർ ആയിട്ട് വരും. കാര്യം എന്താണ്? ഡോട്ട് മെട്രിക്സും ഡെയ്സി വീലും എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമ്പാക്റ്റ് പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the medium used in optical storage system for reading and recording data? എന്താണ്? Which is the medium used in optical storage system? Optics എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തോർക്കണം? അത് ലൈറ്റ് ഉപയോഗിച്ച് സേവ് ചെയ്യുന്നതാണെന്ന് ഓർക്കണം. For reading and recording data. ഡേറ്റ റീഡ് ചെയ്യുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിലേക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി. അൾട്രാ വയലറ്റ് ലൈറ്റ്, ലേസർ ലൈറ്റ്, ഹൈ എനർജി വിസിബിൾ ലൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈറ്റ്. ഇതിൽ ഏത് ലൈറ്റാണ് യൂസ് ചെയ്യുന്നതാണ്? നമ്മൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജിൽ ഉപയോഗിക്കുന്ന എന്താണ് മീഡിയം, സ്റ്റോറേജ് മീഡിയം, ഒപ്റ്റിക്കൽ മീഡിയം ഏതെന്നാ ചോദിക്കുന്നത്? UV ലൈറ്റ് ആണോ, ലേസർ ലൈറ്റ് ആണോ, ഹെവി എനർജി ലൈറ്റ് ആണോ, ദെൻ ബ്ലാക്ക് ലൈറ്റ് ആണോ? ഇതിൽ ഏതാണെന്നാ ചോദിക്കുന്നത്? നമുക്ക് ഏതാണെടാ? ലേസർ ലൈറ്റ് ആണല്ലേ. ലൈറ്റ് നമ്മൾ ലേസർ ആണ് ഉപയോഗിക്കുന്നത്. ലേസർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. CD, DVD ഒക്കെ എന്താണ് നമ്മൾ പറഞ്ഞു? ഒപ്റ്റിക്കൽ ഡിവൈസ് ആണെന്ന് പറഞ്ഞു. CD, DVD, ബ്ലൂറേ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ആണ്. സിംഗിൾ ലെയർ DVD ആണെങ്കിൽ, ബ്ലൂറേ ആണെങ്കിൽ എന്താണ് 25 GB വരെ ഡേറ്റയും, ദെൻ 50 ഡബിൾ ലെയർ ആണെങ്കിൽ അപ് ടു 50 വരെയും സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള DVDs നമുക്ക് അവൈലബിൾ ആണ്. ഇതെന്താണ്? ഇതെല്ലാം ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. CD, DVD ആൻഡ് ബ്ലൂറേ DVD എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്.
ക്ലിയർ അല്ലേ? CD ആണെങ്കിൽ എന്താണ് 700 MB ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, 700 MB ആണ്. അതേസമയം DVD ആണെങ്കിലോ 4.7 GB ആണ്. ബ്ലൂറേ ആണെങ്കിലോ സിംഗിൾ ലെയർ ആണെങ്കിൽ 25 GB ഡബിൾ ലെയർ ആണെങ്കിലോ അപ് ടു 50 GB വരെയും നമുക്ക് എന്താണ് സ്റ്റോറേജ് കപ്പാസിറ്റി അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? ഒപ്റ്റിക്സ് ആണ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് CD, DVD ആൻഡ് ബ്ലൂറേ DVD എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. Instagram is a social networking is the part of Dash since 2012 അല്ലേ? 2012 മുതൽ ഇൻസ്റ്റാഗ്രാം ഏത് നെറ്റ്വർക്കിംഗ് സൈറ്റിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ മെർജ് ചെയ്തു അല്ലെങ്കിൽ അക്വയർ ചെയ്തു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഫേസ്ബുക്ക്, ഓപ്ഷൻ ബി ട്വിറ്റർ, ഓപ്ഷൻ സി വാട്സ്ആപ്പ് ആൻഡ് ഓപ്ഷൻ ഡി ടെലിഗ്രാം. അപ്പൊ ഏതിന്റെ പാർട്ടാണടാ? ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഏതിന്റെ പാർട്ടാണ്? നമ്മുടെ ഫേസ്ബുക്ക് അല്ലേ? ഫേസ്ബുക്ക് അഥവാ മെറ്റ, ഫേസ്ബുക്കിന്റെ പുതിയ പേരാണ് മെറ്റ. മെറ്റ 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 അക്വയർ ചെയ്തതാണ് ആര്? ഇൻസ്റ്റാഗ്രാമിനെ. ഏത് വർഷം? 2012 മുതൽ ഇൻസ്റ്റാഗ്രാം ഏതുമായിട്ട് മെർജ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതുമായിട്ടാണ്? ഫേസ്ബുക്കുമായിട്ടാണ് മെർജ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്സാപ്പും നമ്മൾ മെർജ് ചെയ്തത് ആരുമായിട്ടാണ്? ഫേസ്ബുക്കുമായിട്ടാണ്. സോ ഫേസ്ബുക്കും വാട്സാപ്പ് എന്താണ് മെർജ് ചെയ്തത്? ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ആരുമായിട്ട് മെർജ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് നിലവിൽ വന്നത് എപ്പോഴാണ്? 2004. ഫേസ്ബുക്ക് അപ്പം നിലവിൽ വന്നത് എപ്പോഴായിരുന്നോടാ? 2004. ആരായിരുന്നു ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ? മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫേസ്ബുക്ക് ഫൗണ്ട് ചെയ്തത്. ഇത്രയും ക്ലിയർ അല്ലേ? സോ നമ്മൾ IT പാർട്ടിലെ കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.